ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അവനി. വെൽക്കം ടു ഇടുക്കി കേക്ക് സ്റ്റോറീസ്. ഇന്നിപ്പോൾ ആദ്യമായിട്ടായിരിക്കും നമ്മളൊരു ലോങ് വീഡിയോയിൽ മുഖാമുഖം വരുന്നത്. വേറൊന്നുമല്ല, ഇന്ന് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഒരുപാട് ലോങ് ആയിട്ട് കൊണ്ടുപോകുന്നില്ല. നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് കുറച്ച് ബേക്കിംഗ് ഐറ്റംസ് വന്നിട്ടുണ്ട്. എൻ്റെ ബ്രദർ എനിക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബേക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻഡും എൻ്റെ കസിൻസും ഒക്കെയാണ് എന്ന്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ സമയം എടുത്തു പോയി പർച്ചേസ് ചെയ്ത് കൊടുത്തുവിട്ട ഐറ്റംസാണ്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. ഇവിടെയും കിട്ടുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണിത്, പക്ഷേ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ സാധനങ്ങളാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നി. പിന്നെ അതിൻ്റെയൊക്കെ ഉപയോഗങ്ങളും എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് പോകാം. നോർമലി നമ്മുടെ കയ്യിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടുമ്പം അതിലെന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. എല്ലാവരും അങ്ങനെയാണോ എന്നറിയില്ല, ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാഗ് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അതിലെന്തൊക്കെയാണ് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഷോപ്പ് ചെയ്യാൻ പോയപ്പോൾ ചേട്ടൻ വീഡിയോ കോൾ ചെയ്താണ് വാങ്ങിയത്. എങ്കിലും സ്വന്തമായിട്ട് കയ്യിൽ കിട്ടിയപ്പം ഓപ്പൺ ചെയ്ത് നോക്കാൻ തോന്നി. പക്ഷേ ഫുള്ളായിട്ട് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നിങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യാമെന്ന് കരുതി. ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പ്രിങ്കിൾസിൻ്റെ ഒരു ടിന്നാണ്. ഇതെനിക്കൊന്ന് മൾട്ടി പാക്കേജിങ് ആണ് വരുന്നത്. ഈ ഒരു ടിന്നിൽ തന്നെ കുറച്ചേറെ വരുന്നുണ്ട്. ഓരോ ഹോളിനും ഓരോ അടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് അത് ഓപ്പൺ ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാം. ഇങ്ങനൊരു ഐറ്റം നമ്മുടെ ഇവിടെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നോക്കിയെടുത്തില്ലാത്തത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം. എന്തായാലും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഈ ഒരു വാനില എക്സ്ട്രാക്റ്റ് ആണ്. നമ്മുടെ ഈ ഷോപ്പിലൊക്കെ നമുക്കിപ്പോൾ കിട്ടാറുള്ളത് വാനില എസൻസ് ആണ്. എക്സ്ട്രാക്റ്റ് അങ്ങനെ കണ്ടിട്ടില്ല. നോർമലി വാനില എസൻസ് ഉപയോഗിക്കുന്നതിൻ്റെ പകുതി യൂസ് ചെയ്താൽ മതി. നല്ല ഫ്ലേവറിങ് ഉള്ളൊരു ഐറ്റം ആണ്. പിന്നെ വരുന്നത് ഈ ഒരു സ്റ്റീലിൻ്റെ മെഷർമെൻറ്റ് കപ്സും സ്പൂണുമാണ്. ഇതെനിക്ക് ഓൾ ടൈം ഫേവറേറ്റ് ആണ്. വേറൊന്നുമല്ല, ഇത് ഒരുപാട് ഞാൻ തിരക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോസിലൊക്കെ കൂടുതലും ഇങ്ങനെ സ്റ്റീലിൻ്റേത് കണ്ടപ്പോൾ എനിക്കിത് വേണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതെല്ലാം ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മോഡലായിരുന്നു. 2-3 തവണ എങ്ങാണ്ട് ഞാൻ കപ്പ് മേടിച്ചിട്ടുണ്ട്. അത് 3 ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടെങ്കിലും സ്റ്റീലിൻ്റേത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും വീഡിയോസൊക്കെ ഞാൻ റെഫർ ചെയ്യാറുള്ളത് പുറത്തെ ആൾക്കാരുടെ വീഡിയോസാണ്. അവരുടെ കയ്യിലെല്ലാം ഈ ഒരു ഐറ്റം ഇരിക്കുന്ന കണ്ടപ്പം ചേട്ടനൊന്ന് വീഡിയോ കോൾ ചെയ്തപ്പോഴേ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ആ 2 എനിക്ക് വേണമെന്ന്. അങ്ങനെ കൊടുത്തു വിട്ടിട്ടുള്ളൊരു ഐറ്റമാണിത്. കുറച്ച് ഒരു ക്യൂട്ടും ആണ്, കുറച്ച് സ്റ്റാൻഡേർഡും തോന്നും. പിന്നെയുള്ളത് ജെൽ കളറാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ ചെറിയ കുപ്പിയിലല്ല, ഇത് ട്യൂബായിട്ടാണ് വരുന്നത്. ഇതിപ്പം 4 വരുന്ന ഒറ്റ പാക്കേജാണ്. യെല്ലോ, ബ്ലൂ, റെഡ്, ബ്ലാക്ക്. അപ്പോൾ ഈ 3 ജെൽ കളറാണ്. ജെൽ കളർ വേറെയുണ്ട്. ബ്ലാക്കും റെഡും വേറെ 2 വെച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട്. കൂടുതലും നമുക്ക് റെഡൊക്കെ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിനും പിന്നെ നമ്മുടെ ഇവിടുത്തെ നോർമൽ ജെൽ കളർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്രയും ഡാർക്ക് റെഡും ബ്ലാക്കും കിട്ടാറില്ല. ഇത് കുറച്ചുകൂടി ഡാർക്ക് ബ്ലാക്ക് കളറും റെഡ് കളറും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ജെൽ കളർ കൊടുത്തു വിട്ടിട്ടുള്ളത്. പിന്നെയുള്ളത് ഈ ഒരു കൊക്കോ പൗഡറാണ്. ഇതൊരു 300-350 ഗ്രാം വരുന്നൊരു കൊക്കോ പൗഡറാണ്. ഇത് പ്യുവർ കൊക്കോ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ആണെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാം. ഇതിൽ സിബ് പാക്കിംഗ് ആണ്. സിബ് പാക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ യൂസേജ് കഴിഞ്ഞ് നമുക്കത് സിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. അത് പ്രത്യേകം അവരവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതും ലേബൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു ലിക്വിഡ് കളറാണ്, ജെല്ലല്ല, ലിക്വിഡ് കളർ. ഇതൊക്കെ നമ്മൾ കേക്ക് സ്പഞ്ച് റെഡിയാക്കുമ്പം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 4 കളറാണുള്ളത്. റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ. ഈ 4 കളറാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെയുള്ളത് നമ്മൾ മുൻപ് എടുത്തതുപോലെ തന്നെയുള്ള സ്പ്രിങ്കിൾസ് ആണ്. പക്ഷേ ഇത് 5 ഒരു പാക്കിങ്ങിലാണ് വന്നേക്കുന്നത്. ജസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ്ങിൽ ചെറിയ ട്യൂബ് പോലെ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. മറ്റേത് ബോക്സിലേത് തീരുന്നതനുസരിച്ച് നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്തിടാം. പിന്നെയുള്ളത് ഈ ഒരു ഗോൾഡൻ ഡസ്റ്റാണ്. നമ്മുടെ ഇവിടെയൊക്കെ നമുക്ക് ഡസ്റ്റ് കിട്ടുന്ന ചെറിയ ടിന്നിലാണ്. ഇതൊരു സ്പ്രേ പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ എന്താ പറയുക, ഈ ലിക്വിഡൊക്കെ നമ്മൾ ഡ്രോപ്പായിട്ട് എടുക്കത്തില്ലേ, അതുപോലെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ഏത് രീതിയിലാണ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒറ്റ പ്രസ്സിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള അനുസരണം ഇത് കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം കളറും ഉണ്ട്, ഇച്ചിരി ക്വാളിറ്റിയുള്ള ഡസ്റ്റാണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്.
പിന്നെ വരുന്നത് ഈ ഒരു സ്പ്രിങ്കിൾസ് ആണ്. ഇത് ചെറിയ നോസായിട്ടും പിന്നെ ബട്ടർഫ്ലൈസ്, ഐസ്ക്രീംസ് അതിൻ്റെയൊക്കെ ഒരു ചെറിയ ടോപ്പിംഗ് പോലെയാണ് വരുന്നത്. പിന്നെ ഈ സ്റ്റീലിൻ്റെ ഒരു പല്ലർ നൈഫുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഹാൻഡിലാണിതുള്ളത്, ഗ്രിപ്പുള്ള ഒരു ഹാൻഡിലാണിത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സാധനം കൂടിയാണ്. അടുത്തതായിട്ട് നമുക്ക് ചോക്കോ ചിപ്സാണ് വരുന്നത്. ചോക്കോ ചിപ്സ് വൈറ്റും ഉണ്ട്, മിൽക്ക് കോമ്പൗണ്ടും ഉണ്ട്. വൈറ്റിൽ ഒരു പാക്കറ്റ് നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇത് കൊടുത്തു വിട്ടിട്ട് ഒരു 2 ആഴ്ചയോളം ആയിട്ടുണ്ട്. വരുന്ന വഴിക്ക് നല്ല ചൂടൊക്കെ ഉള്ള സമയത്താണ് കൊടുത്തു വിട്ടത്. അപ്പോൾ നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ടായിരുന്നു. പിടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് അറിയാം. മിൽക്ക് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വൺ നമ്മുടെ ഈ ഒരു ഫോണ്ടൻ്റ് ആണ്. ഇവിടത്തെക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഐറ്റംസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കാം. അതിൽ ഏറ്റവും ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ഈ മെഷറിംഗ് കപ്പാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇവിടെയുള്ള ഷോപ്പിൽ ഞാൻ എപ്പോഴും തിരക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഷോപ്പിൽ തിരക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വുഡൻ്റെ ഉണ്ട്, ഈ സ്റ്റീലും ഉണ്ട്. സ്റ്റീല് എല്ലായിടത്തും ഒന്നും നമുക്ക് കിട്ടാറില്ലായിരുന്നു. ഷോപ്പിലൊക്കെ ഒരുപാട് തിരക്കിയിട്ട് എനിക്ക് കിട്ടാതെ വന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തേത് വേണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് തോന്നുന്ന ഒരു ഐറ്റമാണിത്. സ്റ്റീലിൻ്റെ മെഷറിംഗ് കപ്പ്. എനിക്ക് എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഈ ഒരു പല്ലർ നൈഫ്, ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം വേറൊന്നുമല്ല, ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് ചെറുതും വലുതായിട്ടുള്ള പല്ലർ നൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പം കറക്റ്റ് രീതിയിൽ നമുക്ക് വശമുള്ള പല്ലർ നൈഫ് എന്ന് പറയുന്നത് നമുക്ക് പിടിച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് തിരക്കി കഴിഞ്ഞ ഒരു ഷോപ്പിൽ നിന്നാണ് കിട്ടിയത്. എനിക്ക് തോന്നി ഞാനത് കോട്ടയത്ത് ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ആ ഒരു വലിപ്പത്തിലുള്ളത് പിന്നെ അവിടെ ചെന്നപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല, വേറെ ഷോപ്പിലൊന്നും ചെന്നപ്പോഴും കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം ചേട്ടൻ കൊടുത്തു വിട്ടപ്പം യാദൃശികമായിട്ടായിരിക്കാം ഞാൻ യൂസ് ചെയ്യുന്ന അതേ വലുപ്പത്തിലുള്ള പല്ലർ നൈഫ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും കുറച്ചുകൂടി വീതിയുണ്ട് ഇവിടം കൊണ്ട്, പക്ഷെ നീളം ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ അതേ വലിപ്പം തന്നെയാണ്. അപ്പോൾ ഈ ഒരെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രിങ്കിൾസ് ആണ്, ടോപ്പിംഗ് എന്ന് പറയാം. ഒരുപാട് കളർ ചേഞ്ചിങ്ങിലുള്ളതുണ്ട്. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. ഇതിൽ നമുക്കിഷ്ടമുള്ള സമയത്ത് ആവശ്യമുള്ള അനുസരണം ഓപ്പൺ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ആണെങ്കിലും ഫോണ്ടൻറ്റ്, കൊക്കോ പൗഡർ, ചോക്കോ ചിപ്സ്, ജെൽ കളർ ഒക്കെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഐറ്റംസ് ആണ്. അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ജെൽ കളറാണ്. നമ്മുടെ ഇവിടെയുള്ള ജെൽ കളറിനേക്കാൾ കൂടുതൽ കുറച്ച് എമൗണ്ട് യൂസ് ചെയ്താൽ തന്നെ നല്ല കളർ കിട്ടുന്ന ഐറ്റംസ് ആണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ക്വാളിറ്റി കൂടിയ ഐറ്റം ആണ് എന്നുള്ളത്. പിന്നെ കൊക്കോ പൗഡറും ഫോണ്ടൻറ്റും ഒക്കെ എന്താ യൂസ് എന്നുള്ളത് ഞാൻ എടുത്തു പറയണ്ടല്ലോ. അപ്പോൾ ആ ഒരു 2 ഐറ്റം. പിന്നെ ഉള്ളത് വാനില എക്സ്ട്രാക്റ്റ് ആണ്. നമുക്കിവിടെയൊക്കെ വാനില എസൻസ് ആണ് കിട്ടാറുള്ളത്. എനിക്ക് എക്സ്ട്രാക്റ്റ് അങ്ങനെ കിട്ടിയിട്ടില്ല തിരഞ്ഞപ്പോഴൊന്നും. നമ്മൾ നോർമലി ഉള്ള ഫ്ലേവറിങ്ങിനേക്കാൾ കുറച്ച് കൂടുതൽ ഫ്ലേവറിങ് കിട്ടുന്ന ഒരു ഐറ്റമാണത്. അത് പുറത്തുള്ളവരുടെയൊക്കെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ വാനില എക്സ്ട്രാക്റ്റ് ആണ്. അതുപോലെ തന്നെ ചോക്കോ ചിപ്സ് വൈറ്റും ഡാർക്കും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. മിൽക്കും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മിൽക്കിൻ്റെ ചോക്കോ ചിപ്സ് നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ചോക്കോ ചിപ്സും ഒരു കവർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ലിക്വിഡ് കളറാണ്. അതും നമുക്ക് ബേക്കിങ്ങിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. അതായത് സ്പഞ്ച് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ആഡ് ചെയ്യുന്ന കളേഴ്സാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കൊടുത്തു വിട്ടേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയതായിട്ടിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.